ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഗൈസ്, അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും അറൗണ്ട് 1 ഇയറിന് ശേഷം ദുബായിലെത്തിയിരിക്കുന്നതാണ്. ഇത്തവണ എന്തായാലും ഒരു ഫാമിലി ട്രിപ്പ് തന്നെയാണ്. സോ അധികം വ്ളോഗും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ സ്റ്റേ ചെയ്യണ ഒരു ഹോട്ടലിൻ്റെ വ്ളോഗ് മാത്രമാണ് ഞാൻ ഇത്തവണ ഷൂട്ട് ചെയ്യാനുള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ചാനലിൽ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ആ വീഡിയോസും കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ ഹോട്ടൽ ഇത്തവണ എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്നുമില്ല, കുറച്ച് സ്പെഷ്യലാണ്, കുറച്ച് ലക്ഷറിയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നോക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ പറഞ്ഞത്. നിലവിൽ ഞാൻ നിൽക്കുന്ന സ്ഥലം ബാക്ക്ഗ്രൗണ്ട് എന്താ ചിലവർക്ക് മനസ്സിലാവുമായിരിക്കും, നമ്മുടെ ഷെയ്ഖ് സായിദ് റോഡാണ്. അതായത് ദുബായിലെ തന്നെ വൺ ഓഫ് ദ ബിസിയസ്റ്റ് റോഡാണ് ഷെയ്ഖ് സായിദ് റോഡ്. അപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. നമ്മുടെ ഹോട്ടലും ഇവിടെ സെൻറ്റർ പോയിന്റിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വിഷ്വൽസ് എന്തായാലും ഇപ്പോൾ കാണിക്കാം. ഗൈസ്, ഇതാണ് ഞാനിപ്പോൾ നിലവിൽ നിൽക്കുന്ന സ്ഥലം. ഇത് നമ്മുടെ ഷെയ്ഖ് സായിദ് റോഡാണ്. തിരക്കുണ്ടോ ഗൈസ്? ഏതാ വണ്ടികളൊക്കെ നല്ല സ്പീഡിൽ പോകണേണ്. എല്ലാം 100-120 സ്പീഡിൽ പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ കാണാം. പിന്നെ നമ്മുടെ ഹോട്ടലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ഗൈസ്, ഇതാണ് നമ്മുടെ ഹോട്ടൽ, ജിവോറ ഹോട്ടൽ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും പൊക്കം കൂടിയ ഹോട്ടലാണ് ജിവോറ ഹോട്ടൽ എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കിട്ടും. ഇത് നമ്മുടെ ബുർജ് ഖലീഫയുടെ അടുത്താണ്. അപ്പോൾ ഫിനാൻഷ്യൽ സെൻറ്റർ മെട്രോ സ്റ്റേഷനാണ് ഇതേ കാണുന്നത്. ഇത് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത മെട്രോ സ്റ്റേഷനാണ് നമ്മുടെ ബുർജ് ഖലീഫ വരുന്നത്. അപ്പോൾ അത്രയും ക്ലോസ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ അടിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. കണ്ടോ, ലൈക്ക് വേൾഡ് ടോളസ്റ്റ് ഹോട്ടലെന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ കാണാം. എല്ലാത്തിനെ പറ്റിയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ടോളസ്റ്റ് ബിൽഡിംഗ് ആട്ടോ ബുർജ് ഖലീഫ, ഹോട്ടലല്ല. അപ്പോൾ ഹോട്ടലിൻ്റെ കാറ്റഗറിയിൽ വരുമ്പോൾ നമ്മുടെ ഈ ജിവോറ ഹോട്ടലാണ് വേൾഡ് ടോളസ്റ്റ് ഹോട്ടൽ. അപ്പോൾ ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ നല്ല എക്സ്പെൻസ് ആണ് കേസ്. അപ്പോൾ ഞാൻ എൻ്റെ ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കൂടെ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ആണ്. സോ ടോട്ടൽ പ്രൈസ് ഉണ്ടല്ലോ അറൗണ്ട് 1 lakh ആണ്. ഇപ്പോൾ 97,891 അറൗണ്ട് 98,000 നമ്മുടെ ബുക്കിങ്ങിന് മാത്രമായിട്ടുണ്ട്. 97 സംതിങ് ആണ്. അപ്പോൾ 98 കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത്രത്തോളം മാത്രം നമ്മുടെ ബുക്കിങ്ങിന് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പുറത്തൂടെ തന്നെ ഹോട്ടലിൽ വന്നിട്ടുണ്ടെങ്കിൽ ടൂറിസം ഫീസ് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് ചാർജൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും എക്സ്പെൻസ് നമുക്ക് ഈ ഹോട്ടലിൽ മാത്രമായിട്ടുണ്ട്. പിന്നെ ഗൈസ്, മെയിനായിട്ട് പറയേണ്ട 2-3 കാര്യം, നമ്മുടെ ഹോട്ടലിൽ ശരിക്കും ബുർജ് ഖലീഫ വ്യൂ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത് നമ്മുടെ ഹോട്ടലിൽ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റൂമാണ്. അതായത് ഡബിൾ ബെഡ്റൂം സ്യൂട്ടാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഒറ്റ ഒരു കോമ്പൗണ്ട് മീൻസ് ഒറ്റൊരു ഇതിൽ തന്നെ 2 റൂം വരുന്നുണ്ട്, 2 ടോയ്ലറ്റ് വരുന്നുണ്ട്, പിന്നെ അതേപോലെ ഒരു ഹോൾ ഏരിയ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു റൂമിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബുർജ് ഖലീഫ വ്യൂ ഉള്ള റൂംസ് അവൈലബിൾ ആണ്. എൻ്റെ റൂമിൽ നിന്ന് ബുർജ് ഖലീഫ കാണാം, പക്ഷെ അത്രയും ക്ലിയർ അല്ല. കാരണം നമ്മുടെ ഒരു റൂമിൽ മീൻസ് ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ സിംഗിൾ റൂംസിനായിരിക്കുമല്ലോ അവർക്ക് കൂടുതൽ റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്നത്. അതായത് ഇപ്പം വലിയ റൂംസിന് ഒരു പരിധി കഴിഞ്ഞാൽ അവർക്ക് കൂട്ടാൻ പറ്റില്ല. അതേസമയം നമ്മുടെ ഒരു റൂമിൽ നിന്ന് കിട്ടുന്ന റവന്യൂ അവർക്ക് നമ്മളെപ്പോലത്തെ 2 റൂമിൽ നിന്ന് കിട്ടുന്ന റവന്യൂ അവർക്ക് സിംഗിൾ റൂം ആണെങ്കിൽ ഒരു ഒറ്റ റൂമിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അതേപോലെ തന്നെ സ്പേസിൻ്റെ കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമുക്ക് കുറേ സ്പേസ് വേണം ഒരു വലിയ റൂം ഉണ്ടാക്കാൻ. അതേസമയം കുറച്ച് സ്പേസ് മതി. ആ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അവർക്ക് 2 ചെറിയ റൂം ഉണ്ടാക്കാം. അപ്പോൾ ഞാനത് ജസ്റ്റ് പറഞ്ഞ് കുറേ ആയിപ്പോൾ, എന്നാലും ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ചെറിയ ചെറിയ റൂംസിനാണ് ശരിക്കും ബുർജ് ഖലീഫ വ്യൂ ഉള്ളത്. നമ്മളെ പോലത്തെ വലിയ റൂംസിന് ഒന്നെങ്കിൽ നമ്മുടെ ഈ ഷെയ്ഖ് സായിദ് റോഡ് വ്യൂ, അല്ലെങ്കിൽ ഒരു മിക്സ്ഡ് വ്യൂ കിട്ടും, ബുർജ് ഖലീഫ പ്ലസ് ഷെയ്ഖ് സായിദ് റോഡ്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ ചെറിയ ലക്കിയാണ്, നമുക്കൊരു മിക്സ്ഡ് വ്യൂ ആണ് കിട്ടിയത്. അപ്പോൾ റൂം ടൂറും കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ അതിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ഒരു എൻട്രൻസ് പറഞ്ഞത്. സോ അപ്പോൾ ഞാൻ ഒന്ന് വൈഡിലിട്ട് കാണിച്ചു തരാം. അപ്പം ഇങ്ങനെ നോക്കിയാൽ തന്നെ മേളിൽ കാണാൻ പറ്റണില്ല. എനിവേ നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ഹോട്ടലിലെ എൻട്രൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഈ ലേ വീർണോൺ കഫേ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ താഴെ ഒരു കഫേ ഉണ്ട്, മേളിൽ വേറൊരു കഫേ ഉണ്ട്. പിന്നെ ഈ ഒരു ഫ്ലോർ ഉണ്ടല്ലോ, ഈ ഒരു ഫ്ലോറിലാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. സോ എന്തായാലും നമുക്ക് അകത്ത് കയറിയിട്ടുള്ള വിശേഷങ്ങൾ നോക്കാം. അപ്പോൾ ടാക്സി ഇട്ടാനൊക്കെ എളുപ്പമാണ്. ഈ ഫ്രണ്ടിൽ ഉള്ള പാർക്കിംഗ് ഒക്കെ ഏകദേശം ടാക്സിയാണ്. കണ്ടോ, ഇവിടെ ഒരു RTA ടാക്സി കിടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ എല്ലാം ടാക്സി ഇട്ട് എളുപ്പമാണ്. എയർപോർട്ടിലേക്കൊക്കെ പോകണമെങ്കിൽ എളുപ്പമാണ്. സിംഗിൾ റൂംസിന് വലിയ വിലയില്ല ഗൈസ്. പെർ ഡേ എത്ര 10,000 സംതിങ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ മസ്റ്റായിട്ടും ഇവിടെ നിൽക്കേണ്ട, എന്താ പറയുക, നിൽക്കാൻ പറ്റുകയാണെങ്കിൽ നിൽക്കുക. കാരണം മേളിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ബുർജ് ഖലീഫ വ്യൂ ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ സീൻസൊക്കെ അടിപൊളിയാണ്. നല്ല പച്ചപ്പും നല്ല റോഡും. കുറച്ച് നേരം ഇവിടെ നിന്നാൽ മതി, കുറച്ച് സൂപ്പർ കാർസൊക്കെ പോകണ കാണാം. നമ്മുടെ പാർക്കിങ്ങിലൊരു ലംബം ഉണ്ടായിരുന്നു, അതിപ്പോൾ കാണാനില്ല, അടുത്തെന്ന് തോന്നുന്നു. ഇവിടെ ഒരു BMW കിടപ്പുണ്ട്. എന്തായാലും കുറേ ലക്ഷറി കാർസൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ഒരു പാർക്കിംഗ് സെക്ഷനിലൊരു ലംബം ഉണ്ടായിരുന്നു, ഒരു ഓറഞ്ച് ലംബം. അതായത് ഞാനപ്പോൾ നമ്മുടെ റോഡിൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തരാം കറക്റ്റായിട്ട്. നമ്മുടെ ബുർജ് ഖലീഫ വ്യൂ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഹോട്ടൽ. അപ്പോൾ ഇത്ര ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ ആ ഒരു വ്യൂയുടെ കേസിൽ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ലൈക്ക് മേളിൽ കണ്ടോ ജിവോറ ഹോട്ടൽ. സോ അപ്പോൾ ഇവിടെ ജസ്റ്റ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ബുർജ് ഖലീഫ കാണാം. ഇപ്പോൾ ഹോട്ടലിരുന്നാലും വലിയ വ്യൂ ഇല്ല, മീൻസ് ഈ ഒരു പോർഷൻ്റെ ഒരു മിനിമലായിട്ടുള്ള വ്യൂവേ ഉള്ളൂ.
ബട്ട് എന്നാലും റൂമിൽ അവർ കർട്ടൻ തുറന്നിട്ടുണ്ടെങ്കിൽ ഇത് നോക്കി കിടക്കാം. ഗൈസ് നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വന്നൊരു കാറാണ്. എൻ്റെ മോന് നീളം നോക്കിക്കേ ഗൈസ്. ഓ കറക്റ്റ് സമയത്ത് കിട്ടിയോണ്ട് വീഡിയോ എടുക്കാൻ പറ്റി. ഏതോ റിച്ച് ടീമിൻ്റെ കാറായിരിക്കണം, കണ്ടിട്ട് റിച്ച് ടീമായിട്ട് തോന്നണില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഗൈസ് കയറി വന്നിട്ടുള്ള വിഷ്വൽസാണ്. നമ്മുടെ വേൾഡ് റെക്കോർഡിൻ്റെ കാര്യങ്ങളും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ സർട്ടിഫിക്കറ്റ്, അവർക്ക് ടോസ്റ്റ് ഹോട്ടലിൻ്റെ കിട്ടിയത്. ബാക്കി അവാർഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്താണ് ചെക്കിൻ ഏരിയയും കാര്യങ്ങളും വരുന്നത്. അവിടെയാണ് ലോബി. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്, പക്ഷെ നമുക്ക് പ്രിഫേർഡ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ലിഫ്റ്റാണ്. അപ്പോൾ ലിഫ്റ്റ് ഇറങ്ങുമ്പോൾ ഇങ്ങനത്തെ ഒരു ഏരിയയല്ല ഗൈസ് എത്തുന്നത്. നമ്മുടെ റൂം ഇതാണ് 802, 8th ഫ്ലോറിൽ സെക്കൻഡ് റൂമാണ് നമ്മുടേത്. നമുക്ക് എന്തായാലും അകത്ത് നിന്നിട്ട് റൂമിൻ്റെ വിശേഷങ്ങൾ നോക്കാം ഗൈസ്. അപ്പോൾ ഇത് കയറി വരുമ്പോഴുള്ള വിഷ്വൽസാണ്. നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ലോബി അല്ലെങ്കിൽ ഒരു ഹോൾ ഏരിയ ഉണ്ട്. മൊത്തത്തിൽ അലങ്കോലമായിട്ട് കിടക്കണതാണ്. ഞാൻ ലാസ്റ്റ് ഡേ ആണ് ശരിക്കും വീഡിയോ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നാളെ നമ്മൾ തിരിച്ചു പോകണതാണ്. പക്ഷെ ഇവിടെ ഒരു കർട്ടൻ ഉണ്ട്. ഇവിടെ വലിയ വ്യൂ ഇല്ല. അപ്പുറത്തെ പാർക്കിംഗ് ഏരിയ ആണ് ഇവിടുത്തെ വ്യൂ. പിന്നെ നമുക്ക് നേരെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കിച്ചൺ ഉണ്ട്. കിച്ചണിലെല്ലാം ഫുൾ ഫർണിഷ്ഡാണ്. നമുക്കിവിടെ ഗ്യാസ് സ്റ്റൗ കാര്യങ്ങളുണ്ട്, ഓവൻ ഉണ്ട്, പിന്നെ വാഷിംഗ് മെഷീനിൻ്റെ അകത്തുണ്ട്, ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ കുക്കിംഗ് അലോഡല്ല. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അടുത്തിന് ജസ്റ്റ് ഇങ്ങനെ വരുമ്പം ഇത് നമ്മുടെ ഫസ്റ്റ് ടോയ്ലറ്റാണ്. ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളും കാണാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടോയ്ലറ്റാണ്. പിന്നീട് ഇവിടെ ഒരു റൂമാണ്. ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സൊക്കെ അവിടെ കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവിടെ കാണിക്കുന്നില്ല. രാത്രിയാണ് നമ്മൾ ഷൂട്ട് ചെയ്യണത്. പിന്നെ ഇത് അടുത്ത റൂം. ഇവിടുത്തെ എൻട്രൻസ് കയറി വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത റൂമിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ വരുമ്പം തന്നെ ഇവിടുത്തെ ടോയ്ലറ്റ്. പിന്നെ ഇത് അല്ലെങ്കിൽ എൻ്റെ ബെഡ്റൂമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ളത് ജസ്റ്റ് ഈ ഒരു കർട്ടൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ബുർജ് ഖലീഫ വ്യൂ നമുക്ക് കിട്ടും. അല്ലേ അങ്ങ് കാണാമല്ലോ ഗൈസ്. ഇട്ടായതുകൊണ്ട് ചെറിയ ബ്ലർഡാണ്. ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഗൈസ്. എനിക്കിവിടെ നിന്ന് നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണുമ്പോൾ നല്ല തിളങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷെ ക്യാമറയിൽ എന്തോ അത്രയും ക്ലാരിറ്റി പറഞ്ഞില്ല. ഇവിടുത്തെ ലൈറ്റ് അണയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി വരുമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബുർജ് ഖലീഫ വ്യൂ. പിന്നെ ഇങ്ങോട്ടാണ് ഷെയ്ഖ് സയ്യിദ് റോഡിൻ്റെ വ്യൂ. ഇവിടെ ആയിട്ട് വരും. അപ്പോൾ ഇതൊരു രണ്ടിൻ്റെ ഇടയിൽപ്പെട്ടൊരു അവസ്ഥയാണ്. അപ്പോൾ അതാണ് ഗൈസ് നമ്മുടെ ഹോട്ടലിൻ്റെ വിശേഷം. ഗൈസ് ഇത് നമ്മുടെ ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളാണ്. അത്യാവശ്യം നല്ല വൈബാണ്. ഇവിടെ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുർജ് ഖലീഫയൊക്കെ കണ്ടിട്ട് വൈബാക്കാം. താഴെ നോക്കിയാലും ഫുൾ ബിസി റോഡാണ്. ശരിക്കും നമ്മുടെ ഹോട്ടൽ ഇതാട്ടോ ഗൈസ്. ഉണ്ടോ, ഇതാണ് ഹോട്ടൽ. അപ്പോൾ അവിടെ നിന്നൊരു വഴിയുണ്ട്. അവിടെ കൂടെ വന്നിട്ടാണ് സ്വിമ്മിംഗ് പൂളിൽ കയറേണ്ടത്. അത്യാവശ്യം നൈസ് സ്വിമ്മിംഗ് പൂളാണെന്ന് പറയാം. നല്ല ആഴവും നീളവും എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് പിക്കൊക്കെ അടിക്കാൻ നല്ല സ്ഥലമാണ് ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്കിപ്പോൾ ഇവിടെ ഒരു പാസേജ് ഉണ്ടോ. അപ്പോൾ ആ ഡോറിൻ്റെ അവിടെയാണ് നമ്മുടെ ഹോട്ടൽ പറഞ്ഞത്. നേരെ ഒരു പാസേജ് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ പൂളും കാര്യങ്ങളും. ഇപ്പോൾ ഇവിടെ ഒരു ബാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. റെസ്റ്റ് ബാർ സംതിങ് ഉണ്ട്. നമുക്കിവിടെ ലോങ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറാണ്. കറക്റ്റ് അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഹോട്ടൽ ഗൈസ്. ഇതാണ് ബുർജ് ഖലീഫ ടോപ്പ്. ഇവിടെ നോക്കിയാലും നമ്മുടെ ഹോട്ടൽ കാണാം. സോ ഇരിക്കുന്നുണ്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. മേളിൽ നോക്കിയിട്ടുള്ള വ്യൂ. വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയതാണോ എന്നറിയില്ല ഈ സ്ഥലങ്ങളൊക്കെ. ഗൈസ് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടമാവാനായിട്ട് കാര്യമായിട്ടൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഇങ്ങനത്തെ ഒരു വേൾഡ് റെക്കോർഡൊക്കെ ഉള്ള ഒരു ഹോട്ടലിൽ താമസിച്ചുകൊണ്ട് ചെറുതായിട്ടൊരു വ്ളോഗ് ചെയ്യണമെന്ന് തോന്നി. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കി കണ്ടൻസ് ഇനി നമ്മുടെ ഒരു ഡ്രോണിൻ്റെ വീഡിയോ ചിലപ്പോൾ വരാനുണ്ട്. പുതിയൊരു ഡ്രോൺ കൂടെ വാങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ FPV ഡ്രോൺ. ഞാൻ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 1 വീക്ക് മുമ്പ് ഇറങ്ങിയ ഒരു ഡ്രോണാണ്. DJI FPV 2 മീൻസ് അവാത്ത 2 അത്. അപ്പോൾ എൻ്റെ വീഡിയോ വരാണ്ട്. അപ്പോൾ ഗൈസ് എനിവേ ബാക്കി നമ്മുടെ ഗോവ വീഡിയോസ് പിന്നെ ദുബായിൽ ഇതിന് മുമ്പ് വന്ന വീഡിയോസ് എല്ലാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മേക്ക് ഷുവർ ടു ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഇസ് മീ ആൽഫിൻ സൈനിങ് ഓഫ്. ബൈ ബൈ.